ഇഡി ഉദ്യോഗസ്ഥൻ ചമഞ്ഞ് തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ചാടിപ്പോയി. പോലീസ് കസ്റ്റഡിയിലിരുന്ന കുട്ടിയം സ്വദേശി രാജീവ് ഫെർണാണ്ടസ് ആണ് ചാടിപ്പോയത്. തിരുവനന്തപുരം നഗരത്തിൽ വ്യാപക തിരച്ചിൽ തുടരുകയാണ്. MS വീണ ചേരുന്നു. വീണ, ഇയാൾ എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? നിലവിലിപ്പോൾ ഇയാൾക്കായുള്ള തിരച്ചിൽ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഇന്നലെ രാത്രിയാണ് കാർഡിയാറ്റിക് ICUവിൽ നിന്ന് ഇയാൾ ചാടിപ്പോയത് രോഹിണി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ എത്തിയതായിരുന്നു. കൊല്ലം ഈസ്റ്റ് പോലീസാണ് ഈ പ്രതിയെ പിടികൂടിയത്. കൊട്ടിയം സ്വദേശിയാണ്, രാജീവ് ഫെർണാണ്ടസ് ആണ്. ED ചമഞ്ഞ് പണം തട്ടിയ കേസിലെ പ്രതിയാണ് ഇയാൾ. ഇത്തരത്തിൽ സമാനമായിട്ടുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന വ്യക്തിയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ ഇയാൾക്കെതിരെ 2 പോലീസ് സ്റ്റേഷനുകളിൽ കേസുണ്ട്. പ്രതിയെ കണ്ടെത്തുവാനുള്ള ഊർജിതമായിട്ടുള്ള ഒരു തിരച്ചിൽ തിരുവനന്തപുരം നഗരം കേന്ദ്രീകരിച്ച് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. കാർഡിയാട്രിക് ICUവിൽ നിന്നാണ് ഇയാൾ ചാടിപ്പോയതെന്നാണ് നമുക്ക് മെഡിക്കൽ കോളേജിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇയാളെ പിടികൂടുന്നു. തുടർന്ന് ഇയാൾക്ക് നെഞ്ചുവേദന അനുഭവപ്പെടുന്നു എന്നറിയിക്കുന്നു. അതിനുശേഷമാണ് വിദഗ്ധ ചികിത്സയ്ക്കായിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത്. ഇപ്പോൾ തിരുവനന്തപുരം നഗരം കേന്ദ്രീകരിച്ച് ഈ പ്രതി സഞ്ചരിക്കാൻ സാധ്യതയുള്ള ഇടങ്ങൾ കേന്ദ്രീകരിച്ചുമുള്ള വ്യാപകമായിട്ടുള്ള തിരച്ചിൽ നടക്കുകയാണ്. രോഹിണി. ശരി, MS വീണയാണ് വിവരങ്ങൾ നൽകിയത്.